ഇപ്പോൾ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് ശാന്തൻപാറ വില്ലേജിലെ പേത്തൊട്ടി താവളത്തിൽ 100 ഏക്കറിലധികം വരുന്ന CHR ഭൂമിയിൽ അനധികൃത നിർമ്മാണവും മരം മുറിക്കലും നടത്തിയതിൽ വിശദമായ അന്വേഷണവും നടപടിയും വേണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ കെ ബുൾബേന്ദ്രൻ രംഗത്ത്. വൻമരങ്ങൾ മുറിച്ചു കടത്തിയതിൽ ഉദ്യോഗസ്ഥ ഒത്താശയുണ്ടെന്നും പേത്തൊട്ടിയിൽ നിന്ന് മുമ്പും CHR മേഖലയിലെ മരം കൊള്ള നടന്നിട്ടുണ്ടെന്നും ബുൾബേന്ദ്രൻ ആരോപിച്ചു. ശാന്തൻപാറ വില്ലേജിൽ 217, 227, 230 സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന 42 ഹെക്ടർ പ്രദേശത്തു നിന്നാണ് കഴിഞ്ഞ ഏതാനും നാളുകൾ കൊണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കുന്നിടിച്ചു നിരത്തിയും മറ്റുമായി പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒപ്പം വൻമരങ്ങൾ പിഴുതെറിഞ്ഞും മുറിച്ചു കടത്തുകയും ചെയ്തിരിക്കുന്നത്. വിഷയത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം പിടിച്ചെടുക്കുകയും ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. അതേസമയം വൻതോതിൽ നടത്തിയിരിക്കുന്ന മരം മുറിക്കലിനും അനധികൃത നിർമ്മാണത്തിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദവും ഉണ്ടെന്ന ആരോപണവും ഉയരുന്നു. 2 ആഴ്ച മുമ്പ് പേത്തൊട്ടിയിലെ CHR ഭൂമിയിൽ നിന്നും അനധികൃതമായി മരങ്ങൾ വെട്ടിക്കടത്തിയിരുന്നുവെന്നും പരിസ്ഥിതി പ്രവർത്തകനായ കെ ബുൾബേന്ദ്രൻ ആരോപിച്ചു. ശാന്തൻപാറ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന്റെ പരിധിയിലുമാണ് ഈ പ്രദേശം. ഇവരുടെ അറിവില്ലാതെ ഇവർ കൂട്ടുനിൽക്കാതെ ഇവിടെ നിന്നും ഇതുപോലെ വ്യാപകമായ തടിക്കൊള്ള നടക്കുകയില്ല. ചന്ദനവയമ്പ്, കൊരങ്ങാട്ടി ഇതുപോലുള്ള അപൂർവ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് ഇവിടെ നിന്നും ലോഡ് കണക്കിന് മുറിച്ച് കടത്തിയിരിക്കുന്നത്. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും വെട്ടിക്കടത്തിയ തടിയും കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച വാഹനവും അടക്കം കണ്ടെത്തണമെന്നും ബുൾബേന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒപ്പം പശ്ചിമഘട്ട മലനിരകൾ സംരക്ഷിക്കുന്നതിന് നടപടി വേണമെന്നും ബുൾബേന്ദ്രൻ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. ഈ വൻ മരംകൊള്ളയുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് സിറ്റി വിഷനാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള പരാതിയുമായി രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് കെ ബുൾബേന്ദ്രൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതൊന്നുകൂടി ഒന്ന് നോക്കാം. വ്യാപകമായിട്ട് തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിയ ഉയർന്ന പ്രദേശമാണ്. ഇവിടുന്ന് കുന്നുകൾ ഇടിച്ചു നിരത്തിയും ഉയർന്ന പ്രദേശത്ത് വലിയ ചെക്ക് ഡാമിന് തുല്യമായ കുളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിടിച്ചിലും താഴ്ഭാഗത്തുള്ള ആളുകൾക്കെല്ലാം ഈ മണ്ണും വെള്ളവും വന്ന് വലിയ നാശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇടുക്കി ജില്ലയിൽ എവിടെ നോക്കിയാലും CHRലും അതുപോലെ സർക്കാരിൻ്റെ റവന്യൂ പുറമ്പോക്കായി കിടക്കുന്ന മലനിരകളെല്ലാം തന്നെ കയ്യേറ്റ മാഫിയകൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് കൂട്ടുനിന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ഈ കയ്യേറ്റവും നടത്തിയവർക്കെതിരെയും അതുപോലെ ഈ തടി മുഴുവൻ വെട്ടിക്കടത്തിയത് കണ്ടെത്തുകയും തടി കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങളും കണ്ടെത്തി കേസെടുക്കണമെന്നുമാണ് പറയാനുള്ളത്.